എല്ലാവർക്കും നമസ്കാരം. വെളിച്ചം അല്പം കുറവാണ്, മറ്റൊന്നും കൊണ്ടല്ല. 2024 അവസാനത്തെ സുവർണ്ണ സൂര്യോദയം കാത്തിരിക്കുകയാണ്. ഈ വർഷം അവസാനിക്കുന്ന സമയം അല്ലെങ്കിൽ പുതിയ വർഷം തുടങ്ങുന്ന സമയം എന്നുള്ളത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. നമ്മുടെ പുതിയ ലക്ഷ്യങ്ങളെ ഉറപ്പിക്കുക, നാം പുതിയ മാറ്റങ്ങൾക്കായി തീരുമാനങ്ങൾ എടുക്കുക, ഇതെല്ലാം ഈ സമയത്താണ് സംഭവിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ പുതിയ ലക്ഷ്യങ്ങൾ ഉറപ്പിക്കുന്നവരിൽ 20% താഴെ മാത്രമാണ് ഒരു വർഷം കൊണ്ട് ആ ലക്ഷ്യം നേടുന്നത്. അതിൽ തന്നെ ഒട്ടുമിക്കവരും ഈ ജനുവരി മാസത്തിൽ തന്നെ അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്നുള്ള പ്രയത്നങ്ങളിൽ നിന്നും പിന്മാറുന്നു എന്നുള്ളതാണ് കാണപ്പെടുന്നത്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, 365 പടികൾ കടന്നാണ് നാം ആ വർഷത്തെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എന്നത് ഉൾക്കൊള്ളാതെ ഒരുമിച്ചൊറ്റ രാത്രി കൊണ്ട് എല്ലാം നേടിയെടുത്തേക്കാം, അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ ആഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ടെല്ലാം നേടിയെടുത്തേക്കാം എന്ന രീതിയിൽ കഠിന പ്രയത്നം നടത്തുമ്പോൾ നാം തളരുന്നു, നമുക്ക് മടുപ്പുളവാകുന്നു, ആ പ്രയത്നങ്ങളിൽ നിന്ന് നാം പിന്മാറുന്നു. അതുകൊണ്ട് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ പറയുകയാണ്. കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയത്നങ്ങളെ വളരെ നല്ലവണ്ണം മനസ്സിലാക്കി അതിനെ വിഘടിപ്പിച്ച് ഓരോ സ്റ്റെപ്പുകളായി നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുക. അപ്പോൾ മടുപ്പുളവാകാതെ, തളരാതെ നമുക്ക് വളരെ എളുപ്പമായിട്ട് ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മളോടൊപ്പം മത്സരിക്കാൻ മത്സരാർത്ഥികളുണ്ടെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് നഷ്ടപ്പെടാതെ നമുക്ക് പ്രയത്നിക്കാൻ സാധിക്കും. അങ്ങനെ മത്സരിക്കുന്ന മത്സരാർത്ഥികളുടെ അറിവും കഴിവും ബലഹീനതകളും എല്ലാം നമുക്ക് അറിയാമെങ്കിൽ മത്സരം വളരെ എളുപ്പമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അറിവും കഴിവും ബലഹീനതകളും എല്ലാം അറിയാവുന്ന ഒരു മത്സരാർത്ഥിയാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. ആ മത്സരാർത്ഥിയാണ് നമ്മുടെ ഒപ്പം മത്സരിപ്പിക്കേണ്ടത്. ആ മത്സരാർത്ഥി മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ അറിവും കഴിവും ശക്തിയും ബലഹീനതയും എല്ലാം ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്ക് എന്ന നിലയിൽ ഇന്നലെയേക്കാൾ നല്ല ഞാനായിരിക്കണം ഇന്ന്, ഇന്നത്തേക്കാൾ നല്ല ഞാനായിരിക്കണം നാളെ എന്ന രീതിയിൽ ഒരു മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മളോട് മത്സരിച്ചുകൊണ്ട് നമ്മുടെ പ്രയത്നത്തെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും ഈ ഒരു വർഷം കൊണ്ട് എന്താണോ നമ്മൾ ലക്ഷ്യമിട്ടത് അതിനെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം.